ആർട്ടിക്കിൾ വന്ന സമയത്ത് അമ്മയെ വിളിച്ച് റിലേറ്റീവ്സിനോട് പറഞ്ഞൊക്കെ എൻ്റെ മൈൻഡിൽ ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയിരുന്നതാണ്. അപ്പം അത് വിറ്റ് തൊലച്ചു. ഇപ്പൊ വീണ്ടും നടക്കുന്നുണ്ട് എന്തൊക്കെയായിട്ട്. പ്രീമാജിന് ഒരുപാട് ഗ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അത് ഓരോ ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ലിയർ 100 മില്യൺ ARRലേക്കുള്ള പാത്ത് വളരെ ക്ലിയർ ആണ്. ആൾക്കാർ എന്നെ കണ്ടിരുന്നത് ഒരു പഠിപ്പിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ്. വീട്ടിലും നാട്ടിലും ഒക്കെ എന്നെ കണ്ടിരുന്നത്. പിന്നീട് ഫോർ സം റീസൺ എനിക്ക് പഠിത്തത്തിൽ താല്പര്യം പോയി സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ കൂടുതൽ എന്തെങ്കിലും യുണീക്കായിട്ട് ചെയ്യണം, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. 2022 ഞങ്ങൾക്ക് ഇതുപോലെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റി ജൈറ്റെക്സിൽ. ഓർഗനൈസേഴ്സ് ഇംപ്രസ്ഡ് ആയി. 2023 ആയപ്പോൾ മീഡിയ പാർട്ട്ണറായി. 2024 നമുക്ക് കോൺട്രാക്ട് കിട്ടി. അതെനിക്ക് ആസ് എ ഫൗണ്ടർ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. താങ്ക്സ് ടു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഞാൻ പറഞ്ഞില്ല, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു പവലിയൻ വഴിയാണ് അവിടെ എത്തിക്കിട്ടുന്നത്. ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരുടെ സൈഡിൽ നിന്നും. കാര്യം പ്രൊഡക്റ്റ് യുണീക്കാണ്, യു ഷുഡ് ട്രൈ ഇറ്റ് ഔട്ട് എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് എടുത്തു പറഞ്ഞിരുന്നു.